പിന്നെന്താ വിളിക്കാം നിന്നെ? പിന്നെ വേട്ടവളിയൻ. ഓക്കെ. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. നിനക്ക് പ്രാന്താണെന്നും മെന്റലാണെന്നും മാനസിക പ്രശ്നം ഉണ്ടെന്നും നമ്മുടെ കുറേ കമന്റ്സും കണ്ണിലെടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും. മണ്ടനെ, നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ സംബന്ധക്കാരനാ നിന്റെ തന്ത. നിങ്ങളുടെ ഫിലിം റിവ്യൂസ് ഒരുപക്ഷെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും നിലവിലിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഓക്കെ, നിലവില് അലൻ എന്താണ് ജോലി? അതിലിപ്പോ തൽക്കാലമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഓ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര. എന്നെ കൊണ്ട് തോറ്റു. 2021 വരെ കണ്ടിന്യൂസ് ആയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുമായിരുന്നു. എന്റെ ഈശ്വര, ലിവർപൂളിന് പോവാതെ ഇങ്ങനെ വല്ല വൃത്തികെട്ട പണി പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. ശരിക്കും നമുക്ക് മാനസിക പ്രശ്നമുണ്ടോ? ഇല്ലില്ല. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, 16 മണിക്കെങ്കിലും സ്ഥലം വരെ പോകണ്ടെന്ന് പറഞ്ഞു. 16 മണിയോ എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ഇപ്പൊ നമ്മള് 40 ലക്ഷം രൂപക്കാണ് വീട് വെച്ചേക്കണം ഒരു 10 വർഷത്തിനിടയ്ക്ക്. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? പാട്ടുപാടി റിവ്യൂ ചെയ്യുന്നത് നിനക്കൊരു മാനസിക പ്രശ്നം ഉണ്ടായിട്ടല്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അതെന്തോന്ന് സാധനം? പിന്നെന്താ വിളിക്കാം നിന്നെ? പിന്നെ വേട്ടവളിയൻ. ഓക്കെ. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയാം. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. വീട്ടുകാര് 100ഉം 200ഉം തന്നാണ് പോകുന്നുണ്ടെങ്കിൽ നിനക്കൊരു എന്തുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. മരപ്പണി, കൽപ്പണി, കൂലിപ്പണി, അങ്ങനത്തെ ലോക്കൽ പണികളൊക്കെ ഉണ്ടല്ലോ. ബസ് ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ, അങ്ങനത്തെ ജോലികൾ താല്പര്യം. അതെന്താ? ഐറ്റിയിൽ എന്ത് ജോലി ചെയ്യാൻ ഇഷ്ടം? ഇപ്പൊ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ. കള്ള ഒപ്പം അരീക്ഷണി എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്നെ മനസ്സിലായില്ലേ? നീങ്കയാര്? ഇതെന്നാട്ടോ? മയിലാട്ടോ പാത്രികെ, പുലിയാട്ടോ പാത്രികെ, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.